പത്തനംതിട്ട പന്തളം റൂട്ടിൽ നരിയാപുരത്താണ് ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഡ്യൂക്ക് ബൈക്കും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് 18 വയസ്സുകാരായ 2 യാത്രക്കാരാണ് മരിച്ചത്. ഇപ്പോൾ ആ അപകടം സംഭവിച്ച ഡ്യൂക്ക് ബൈക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഡ്യൂക്ക് ബൈക്ക് പത്തനംതിട്ട കൈപ്പട്ടൂർ ഭാഗത്തു നിന്നും പന്തളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇതിൽ ഒരു യാത്രക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എതിർവശത്തു നിന്നും സ്കൂട്ടറിൽ 2 ചെറുപ്പക്കാരാണ് വന്നിരുന്നത്. അങ്ങനെ ഈ ഡ്യൂക്ക് ബൈക്കും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. നരിയാപുരം സ്വദേശി സോജൻ 18 വയസ്സ്, തട്ട സ്വദേശി ദീപൻ 18 വയസ്സ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ആ സ്കൂട്ടർ റോഡിന്റെ എതിർവശത്ത് നമുക്ക് കിടക്കുന്നത് കാണാം. ഈ സ്കൂട്ടറും ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്കൂട്ടർ യാത്രക്കാർ പന്തളം ഭാഗത്തു നിന്നും കൈപ്പട്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. നാട്ടുകാർ പറയുന്നത് പ്രകാരം സ്കൂട്ടർ യാത്രക്കാർ ഈ ഭാഗത്ത് എത്തിയപ്പോൾ വലതുവശത്ത് ഒരു കടയുണ്ട്. അവർ എന്തോ സാധനം വാങ്ങിക്കുന്നതിനായി ഈ സ്കൂട്ടറിന്റെ വേഗത അല്പം കുറച്ച് റോഡിന്റെ വലതുവശത്തേക്ക് തിരിയുകയും ആ സമയം എതിർവശത്തു നിന്നും വന്ന ഡ്യൂക്ക് ബൈക്ക് ഈ സ്കൂട്ടറിലേക്ക് ഇടിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. 2 പേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പത്തനംതിട്ട പോലീസ് ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരും നമ്മോടൊപ്പമുണ്ട്. സാർ, ഇതെന്താ സംഭവിച്ചതെന്നല്ലേ? ഇന്നലെ സംഭവിച്ചത് ഈ ഡ്യൂക്ക് ബൈക്ക് ഭയങ്കര ഓവർ സ്പീഡായിരുന്നു. അങ്ങനെ വന്ന് എതിരെ വന്ന പിള്ളേർ അവരിവിടെ നിർത്തിയിട്ട് അല്പം ഇങ്ങോട്ട് ഒന്ന് തിരിയാനെ കൊണ്ട് നോക്കിയതാണ്. അപ്പോഴത്തേക്കും ഇത് ഈ സൈഡ് പൊട്ടിച്ച് അപ്പുറത്തേക്ക് പോയി ആ വണ്ടി കയറി ഇടിക്കുമായിരുന്നു. ഇന്നലെ വൈകിട്ട് എത്ര മണിക്കാണ്? ഇന്നലെ ഒരു 5:50 5:55 6 മണിക്കകത്ത്. പിന്നീട് ആശുപത്രിയിലേക്ക് ആ സമയം തന്നെ കൊണ്ടുപോയിരുന്നു. കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഉടൻ തന്നെ പുള്ളിയുടെ ഒരു സ്വന്തം വണ്ടി ഉണ്ടായിരുന്നു, ഇന്നോവ. അടുത്തോണ്ട് വന്ന് പിന്നെ നാട്ടുകാരെല്ലാം കൂടെ കൂടി കൊണ്ടുപോയി. സ്കൂട്ടറിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. അതിലൊരാൾക്ക് ഗുരുതരമാണോ പരിക്ക്? അതെ. പുള്ളിക്കാരൻ ഇപ്പോൾ ബിലീവേഴ്സിലാണെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് അപകടം സംഭവിക്കുന്ന ഒരു ഇടമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലില്ല, ഉണ്ടാവാറില്ല. പിന്നെ അപ്പുറം ഉണ്ടായിട്ടുണ്ട്. ഒരു വളവിനോട് ചേർന്നാണല്ലേ ഈ ഭാഗം? അതെ, ഒരു ചെറിയ വളവ്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. 18 വയസ്സുകാരായ 2 പേർക്കാണ് വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. പത്തനംതിട്ട പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.